അതാണ് അത്തരം സാധ്യതകളൊന്നും ഇപ്പോൾ തള്ളിക്കളയാനാകാത്ത പശ്ചാത്തലമാണ്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടുവാൻ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അകത്തു നിന്നോ പുറത്തു നിന്നോ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ട്രെയിനിൽ മാത്രമല്ല ഏത് വാഹന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഗോവിന്ദച്ചാമിക്ക് രക്ഷപ്പെടാൻ. നമുക്കറിയാം, ഗോവിന്ദച്ചാമി എന്ന ക്രിമിനലിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോലും വാദിക്കാൻ അഭിഭാഷകർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം നൽകേണ്ട അഭിഭാഷകർക്കടക്കം എങ്ങനെയാണ് ഒരു കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകാൻ സാധിച്ചത് എന്ന ചോദ്യമടക്കം ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി പുറത്തു നിന്നുള്ള സഹായം ഇപ്പോഴും ലഭിച്ചിരുന്നോ എന്ന സംശയവും ബലപ്പെടുകയാണ്. ട്രെയിനിൽ കടന്നു കളഞ്ഞോ ഗോവിന്ദച്ചാമി എന്ന സംശയമടക്കമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അഡ്വക്കേറ്റ് ഇന്ദിര ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ഇന്ദിര, ഗോവിന്ദച്ചാമിയെ പോലെ ഒരാൾ ജയിൽ ചാടുന്നു എന്നതിന് ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം അതുമാത്രവുമല്ല, ഇതിനെ, അതായത് ഇത്രമേൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പ്രതി, അംഗവൈകല്യമുള്ള ഒരു പ്രതി, ആ പ്രതിയെ കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണല്ലോ ജയിൽ അധികൃതരുടെ ഉത്തരവാദിത്തം. അപ്പോൾ അത്തരം മോണിറ്ററിങ്ങോ ഒന്നും നടന്നിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാലോ, ജയിലിൽ നടക്കുന്ന സംഭവം എന്താണ് നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇത് ഭരണ സംവിധാനത്തിന്റെ ഒരു പിടിപ്പുകേടായിട്ട് മാത്രമേ ഇത് നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നടത്തിയിട്ട് അവരെ വീർത്തു കൊളുത്തു. നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ സ്ത്രീകളുടെ ആക്ഷേപവും അത് തന്നെയാണ്. ഗോവിന്ദച്ചാമി ഇപ്പൊ കണ്ടാൽ തിരിച്ചറിയില്ല എന്നാ പറയുന്നത്. അത്രമാത്രം സുഖ സൗകര്യത്തോടുകൂടി ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവരെ സംരക്ഷിക്കാൻ, ഇത്ര വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ അവിടെ സംരക്ഷിക്കാൻ പോലും ഈ ഭരണ സംവിധാനത്തിന് ജയിൽ അധികൃതർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഇതിൽ നിന്ന് പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ. യെസ്, ഈ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അവിടെ രാഷ്ട്രീയ തടവുകാർക്ക് എല്ലാവിധ ഒത്താശയും ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ. അപ്പോൾ അതാണ് അവിടെ ദിവസവും അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അവർക്ക് മൊബൈൽ സംവിധാനം, മറ്റ് ലഹരി ഉപയോഗ വസ്തുക്കൾ, ലഹരി സാധനങ്ങൾ, ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയല്ലാതെ പിന്നെ എങ്ങനെ കിട്ടും? അത് മാത്രമല്ല, അവിടുന്ന് ജയിൽ ചാടണമെങ്കിൽ ഒരു സഹായം, പരസഹായം ഇല്ലാതെ അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കാനും അവരെ നോക്കാനും ഒരു വലിയ സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാം. ഇതിപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദമോ ഒക്കെ സംശയിക്കുന്ന സാഹചര്യമുണ്ട്. പലരും അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ഇന്ദിര, തീർച്ചയായും അവിടെ അല്ലാതെ അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത്ര വലിയൊരു ക്രിമിനലിനെ അവരെ ഒരു സംവിധാനവും ഒരുക്കാതെ അത് കടന്നു കളയുക എന്ന് പറയുന്ന ജനങ്ങൾ വിട്ടികളല്ലല്ലോ. എങ്ങനെയാണ് അവിടുന്ന് പുറത്തേക്ക് ചാടിപ്പോവുക? അത് പറ്റില്ല. നമ്മളൊക്കെ ആ ജയിലിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ എങ്ങനെ ഒരാൾ രക്ഷപ്പെടണം എന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേടാണ്, ജയിൽ അധികൃതരുടെ പിടിപ്പുകേടാണ്. അത് മാത്രമല്ല, അടിക്കടി ഇങ്ങനെ ജയിൽ ചാടിക്കൊണ്ടിരിക്കുക. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കേണ്ടതല്ലേ? ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നു. അവിടെ രാഷ്ട്രീയ ക്രിമിനലുകൾക്ക് അവരുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഒപ്പം അഡ്വക്കേറ്റ് ഇന്ദിര, ഇപ്പോൾ ഈ ലഭിക്കുന്ന ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാം, ഈ പുറത്തേക്ക് ചാടിയത് തുണി കൂട്ടിക്കെട്ടിയാണ്. അതിനിപ്പുറത്തായി ഒരു വാഴത്തോപ്പും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ജയിൽ പരിസരത്ത് നിന്ന്, അതായത് ജയിൽ ചാടിയാൽ തന്നെ അവിടെ നിന്ന് അങ്ങനെ വളരെ പെട്ടെന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ള പ്രദേശമാണോ അത്? അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല. അവിടെ ചുറ്റും മതിലുകളാണ്. അങ്ങനെ പറ്റില്ല. ഒരു ജയിൽ അത്രമാത്രം സുരക്ഷാ സംവിധാനത്തോടു കൂടിയുള്ള ജയിലാണത്. അവിടെ എങ്ങനെ? അത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും കാവൽക്കാരുണ്ടല്ലോ. പിന്നെ എങ്ങനെ രക്ഷപ്പെടുന്നു? ഒരു ഗോവിന്ദച്ചാമിയെ അവിടെ അറിയാത്ത ഒരാളുണ്ടാവും അവിടെ. അപ്പോ അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോ ആർക്കാ മനസ്സിലാവാതിരിക്കുക? യെസ്, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഇന്ദിര ഞങ്ങളോട് പ്രതികരിച്ചതിന്. അത് തന്നെയാണ്, അതായത് ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ, രാത്രിയിലടക്കം സുരക്ഷയ്ക്ക് നിന്ന് ഉദ്യോഗസ്ഥർ എന്തു ചെയ്യുകയായിരുന്നു?
CCTV-കൾ എന്ത് ചെയ്യുകയായിരുന്നു? അതിനൊക്കെ അപ്പുറത്ത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രതിയെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുൾപ്പെടെ CCTV-കൾ പരിശോധിച്ച് നേരത്തെ തന്നെ, അതായത് സംശയാസ്പദമായ പെരുമാറ്റം ഉണ്ടാവുക, രക്ഷപ്പെടാൻ ഈ പ്രതികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള വലിയ ഉത്തരവാദിത്തം ഉണ്ട് പോലീസ് സംവിധാനത്തിന്, പ്രത്യേകിച്ച് ജയിൽ സംവിധാനത്തിന്. അതൊന്നും നടന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡാൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെടുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം, അത്തരം ചില വിവരങ്ങൾ കൂടിയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ CCTV പരിശോധിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിലൊന്നും വ്യക്തതയില്ല എന്ന മട്ടിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അധിക ദൂരത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അവിടെ പോലീസും ജയിൽ അധികൃതരും ചേർന്ന് ഈ പരിസരം ഉൾപ്പെടെ അരിച്ചു പെറുക്കുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. പക്ഷെ അത് ഏത് തരത്തിൽ സംഭവിച്ചു എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് രക്ഷപ്പെടുന്ന സമയത്ത് ഗോവിന്ദച്ചാമി ധരിച്ചിരുന്നത് കറുത്ത ഷർട്ടും കറുത്ത പാന്റുമാണ് എന്നാണ്. ഈ കാര്യം ഇപ്പോൾ ജയിൽ അധികൃതർ സ്ഥിരീകരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ നൽകുന്നു. അതോടൊപ്പം കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് ഇയാളുടെ ഒരു കൈ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇടത്തെ കൈ അല്ലേ? അത് തന്നെ അങ്ങനെയാണ് എടുത്തു പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ മാർക്കായി അവർ പറയുന്നത്. ഇടത്തെ കൈ ഇല്ലാത്ത ഒരാൾ ആ തല മൊട്ടയടിച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രവും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് പോലീസ് ഈ കാര്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പോലീസിന് പുറമെ മറ്റ് രാഷ്ട്രീയ യുവജന സംഘടനകളും ഒക്കെ ഈ തെരച്ചിലിനായി ഇപ്പോൾ രംഗത്തിറങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. തീർച്ചയായും ഗോവിന്ദച്ചാമിയെ കണ്ടെത്തേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് ഗോവിന്ദച്ചാമി രക്ഷപ്പെടുന്നുവെങ്കിൽ അത് അങ്ങേയറ്റത്തെ നാണക്കേടാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമെന്ന് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്ന പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. ആ പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടുവെങ്കിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുക. ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും പുതിയ ചിത്രം ആണിത്. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് പോലെ ഇടത്തെ കൈ ഇല്ലാത്ത പ്രതിയാണത്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷനുകൾ, എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ ഗോവിന്ദച്ചാമിയെ പോലെ ഒരു ക്രിമിനൽ എവിടേക്ക് വേണമെങ്കിലും രക്ഷപ്പെടാം. ഇപ്പോൾ അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാകില്ല എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും എവിടെ എങ്കിലും ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ അറിയിക്കേണ്ട ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ ആണിത്. എല്ലാവരുമായി പങ്കുവെക്കേണ്ട ഇൻഫർമേഷൻ കൂടിയാണിത്. അത് എല്ലാവരും പങ്കുവെക്കുക. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ കണ്ടെത്തേണ്ടതുണ്ട്.